ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 138. ശതാധിപൻ്റെ വേലക്കാരൻ സുഖം പ്രാപിക്കുന്നു. ഈശോ കഫർനാമിൽ പ്രവേശിക്കുന്നു. ഈശോ എത്തിയപ്പോൾ സാധാരണ പോലെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ സകല ആളുകളും സന്തോഷഭരിതരായി. ഓരോരുത്തരോടും അനുയോജ്യമായ രീതിയിൽ ഈശോ പ്രതികരിച്ചു കൊണ്ടിരുന്നു. ഇത് ചെന്ന് അവസാനിച്ചത് ആ പട്ടണത്തിലെ ശതാധിപൻ്റെ അടുത്താണ്. അല്ലയോ കർത്താവേ എന്നയാൾ അഭിസംബോധന ചെയ്തു. ഈ കൂടിക്കാഴ്ചയുടെ അനന്തരഫലം അറിയുവാൻ ജനക്കൂട്ടം നോക്കി നിൽക്കെ ശതാധിപൻ പറഞ്ഞു, കുറേ ദിവസങ്ങളായി ഞാൻ അങ്ങേ കാത്തിരിക്കുകയാണ്. മലയിലെ പ്രസംഗം കേട്ടവരിൽ ഒരുവൻ എന്ന നിലയിൽ അങ്ങ് എന്നെ തിരിച്ചറിയാനിടയില്ല. കാരണം ഞാൻ അപ്പോൾ സാധാരണ വേഷത്തിലായിരുന്നു. യോഗങ്ങൾ നടത്തുന്നവരെ പിന്തുടരുവാൻ എനിക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ നല്ല കാര്യങ്ങൾക്ക് യോഗങ്ങൾ നടത്തുവാൻ അനുവാദം നൽകിയ ശേഷം പലപ്പോഴും റോമിലെ അധികാരികൾക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അങ്ങേ കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങ് ഒരു കർത്താവെ, എൻ്റെ ഒരു വേലക്കാരൻ സുഖമില്ലാതെ കിടക്കുകയാണ്. അസ്ഥി സംബന്ധമായ ഒരു രോഗം മൂലം ശരീരം തളർന്ന് എൻ്റെ വീട്ടിൽ കിടക്കുന്ന അവൻ അതിഭയങ്കരമായി കഷ്ടപ്പെടുകയാണ്. ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. എൻ്റെ കർത്താവെ, അത് വേണ്ട. ഞാനൊരു പുറം ജാതിക്കാരനും അശുദ്ധനുമാണ്. അങ്ങ് എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല. എന്നാൽ അവിടുന്ന് ഒറ്റ വാക്കുച്ചരിച്ചാൽ എൻ്റെ വേലക്കാരൻ സുഖം പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് സകലത്തിൻ്റെയും അധിപനാണ്. സീസറിൻ്റെ അധികാരത്തിൽപ്പെട്ടവനായ ഞാൻ മേലധികാരികളുടെ ഉത്തരവനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതുപോലെ എൻ്റെ പടയാളികളും ഞാൻ നിർദ്ദേശിക്കുന്ന പ്രകാരം ചെയ്യുന്നു. അവിടുന്ന് ദൈവികമായ അധികാരത്തോടെ കൽപ്പിക്കുന്നത് ഉടൻ തന്നെ അനുസരിച്ച് രോഗം അപ്രത്യക്ഷമാകും. എങ്കിൽ അങ്ങനെ ആകട്ടെ. വിശ്വാസപൂർവ്വം പോവുക. ഈ നിമിഷത്തിൽ തന്നെ അവൻ സുഖം പ്രാപിക്കുകയും അവൻ്റെ അവയവങ്ങളിൽ ജീവൻ തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ടാവും. എൻ്റെ ആത്മാവിൽ ജീവൻ വരുന്നതിന് വേണ്ടി നീ പരിശ്രമിക്കുക. ഇനി പോയിക്കൊള്ളൂ. അയാൾ പോകുന്നത് അല്പനേരം നോക്കി നിന്ന ശേഷം ഈശോ പിന്തിരിഞ്ഞ് ജനങ്ങളോടായി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിൽ പോലും ഇത്രയധികം വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അന്ധകാരത്തിൽ നടക്കുന്ന ജനങ്ങൾ ഒരു വലിയ പ്രകാശം കണ്ടു. നിഴലിൽ കഴിഞ്ഞിരുന്നവർക്ക് ഒരു വലിയ പ്രകാശം ഉണ്ടായി എന്നെഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. കഫർനാമിൽ എത്തിയാൽ താമസിക്കാറുള്ള വീട്ടിലേക്ക് ഈശോ അപ്പോസ്തലന്മാരുമായി പോയി. ആ സമയത്ത് ജനങ്ങളിൽ ഭൂരിപക്ഷവും ശതാധിപൻ്റെ വീട്ടിലെ വിവരം അറിയാനുള്ള ഉത്കണ്ഠയോടുകൂടി അതിവേഗത്തിൽ പോയി. തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന 3 പുരുഷന്മാരെ ഈശോ കാണുന്നു. ഈശോ ശിഷ്യന്മാരോടുകൂടി കായൽക്കരയിലേക്ക് പോകുന്നു. ജനം അദ്ദേഹത്തെ പൊതിഞ്ഞ് പുറകെയുണ്ട്. അദ്ദേഹത്തെ വിടാൻ അവർക്കിഷ്ടമല്ല. ഈശോ പറഞ്ഞു, എന്നെ അവകാശപ്പെടുവാൻ അർഹതയുള്ളവർ ഇനിയുമുണ്ട്. ഞാൻ പോയിട്ട് തിരികെ വരാം. അപ്പോൾ നമുക്ക് കാണാം. അപ്പോസ്തലന്മാർ ആളുകളെ തള്ളിമാറ്റി ബുദ്ധിമുട്ടി വഴിയുണ്ടാക്കുന്നു. ഏറെ ബുദ്ധിമുട്ടിയതിൻ്റെ ഫലമായി അവർ കായലിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. അപ്പോൾ മധ്യവയസ്കനും മാന്യനുമായ ഒരാൾ ഈശോയുടെ അരികിൽ ചെന്ന് അവിടുത്തെ തോളിൽ തട്ടി ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിച്ചു. ഈശോ തിരിഞ്ഞു ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞാനൊരു ശാസ്ത്രിയാണ്. ഞങ്ങളുടെ നടപടികളെ ഒരു തരത്തിലും അങ്ങയുടെ വാക്കുകളുമായി താരതമ്യപ്പെടുത്താൻ കഴിയുകയില്ല. അങ്ങയുടെ വാക്കുകളിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. അങ്ങയെ വിട്ടുപോകുവാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അങ്ങ് എവിടേക്ക് പോകുന്നു? ഏതു ഭവനത്തിലാണ് അങ്ങ് തങ്ങുന്നതെന്നറിഞ്ഞാൽ അങ്ങയെ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടല്ലോ. കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, പക്ഷികൾക്ക് കൂടുകളുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഒരിടവുമില്ല. എൻ്റെ വീട് ഈ ലോകമാകുന്നു. നിരാശയിൽ നിന്ന് മോചനം പ്രാപിക്കേണ്ടവരും പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കേണ്ടവരുമായ ആത്മാക്കൾ എവിടെ ഉണ്ടായാലും അതെൻ്റെ ഭവനമാകുന്നു. അതെല്ലായിടത്തുമുണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? നീ പറഞ്ഞത് ശരിയാണ്. സാധാരണക്കാരായ ജനങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്നത് അത്രയും ഇസ്രായേലിലെ ഒരു വൈദ്യനായി നിനക്ക് ചെയ്യാൻ കഴിയുമോ? ത്യാഗം, അനുസരണ, എല്ലാവരോടും കാരുണ്യം, എല്ലാറ്റിനോടും എല്ലാവരോടും സഹകരണ മനോഭാവം, ഇതൊക്കെയാണ് വേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ആളുകളെ ആകർഷിക്കേണ്ടതിന് വിട്ടുവീഴ്ച അത്യാവശ്യമാണ്. സുഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ വ്രണങ്ങൾക്കും മീതെ കുനിഞ്ഞു നോക്കണം. പിന്നീട് നമുക്ക് സ്വർഗീയ പരിശുദ്ധിയിൽ എത്താമെങ്കിലും നാം ഇവിടെ ചെളിയിലാണ് നിൽക്കുന്നത്. ചെളിയിലൂടെ നടക്കുന്ന നാം അതിൽ താണുപോയ മനുഷ്യരെ അതിൽ നിന്ന് വലിച്ചെടുക്കണം.
വസ്ത്രം ഉയർത്തിപ്പിടിച്ചോ വശം മാറി നിന്നോ ചെളി പുരളാതെ രക്ഷപ്പെടുവാൻ നമുക്ക് കഴിയുകയില്ല. പരിശുദ്ധി നമ്മുടെ ഉള്ളിൽ തന്നെ ആയിരിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് സാധ്യമാണോ? കുറഞ്ഞ പക്ഷം ഞാനതൊന്ന് ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചു നോക്കൂ. നീ അതിൽ വിജയം വരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഈശോ വീണ്ടും മുന്നോട്ട് നീങ്ങിയപ്പോൾ ബലിഷ്ഠനായ ഒരു യുവാവ് അദ്ദേഹത്തെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നു. എൻ്റെ പിന്നാലെ വരിക. വെളിച്ചമേറ്റ് കണ്ണു മങ്ങുന്ന ആളെപ്പോലെ വിവരണനായി തീർന്ന ആ യുവാവ് ഈശോയെ പിന്തുടർന്നു. എന്തോ പറയാൻ വേണ്ടി അയാൾ ശ്രമിച്ചെങ്കിലും വാക്കുകളൊന്നും പുറത്തു വന്നില്ല. ഒടുവിൽ അയാൾ പറഞ്ഞു, ഞാൻ അങ്ങയെ പിന്തുടരാം. എന്നാൽ കോറാസീമിൽ വെച്ച് എൻ്റെ പിതാവ് മരിച്ചു. അദ്ദേഹത്തെ അടക്കം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. എന്നെ പിന്തുടരുക. മരിച്ചവർ അവരുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. നിത്യജീവനാൽ നീ ആകർഷിക്കപ്പെട്ടു കഴിഞ്ഞു. ദൈവം നിന്നെ വിളിച്ചുകൊണ്ട് ഇതാ കടന്നു പോകുന്നു. നാളെ നിനക്ക് ഇന്നത്തെ നിന്റെ ഹൃദയം കണ്ടെത്താനോ ദൈവത്തിൻ്റെ ക്ഷണം ശ്രവിക്കുവാനോ കഴിയുകയില്ല. എൻ്റെ കൂടെ വരിക. നീ പോയി ദൈവരാജ്യത്തെ പ്രഖ്യാപിക്കുക. 2 സഞ്ചി നിറയെ തുണിക്കെട്ടുകളും സുഗന്ധദ്രവ്യങ്ങളുമായി ഉയരം കുറഞ്ഞ ഒരു ഭിത്തിയിൽ ചാരി നിന്നിരുന്ന അയാൾ ചിന്താഭാരം കൊണ്ട് തലകുനിച്ചു. ദൈവത്തോടും തൻ്റെ പിതാവിനോടുമുള്ള സ്നേഹാദരങ്ങൾക്കിടയിൽ കിടന്ന് അയാൾ ആന്തോളനം ചെയ്തു. ഈശോ അയാളെ നോക്കിക്കൊണ്ട് കാത്തിരുന്നു. ഈശോ ഒരു കൊച്ചു കുഞ്ഞിനെ മാറോട് ചേർത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, എന്നോടൊപ്പം പറയുക, അല്ലയോ പിതാവായ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ജീവിത വ്യഗ്രതയിൽ കേഴുന്നവർക്ക് അങ്ങയുടെ പ്രകാശം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതാണ്ട് 4 വയസ്സ് മാത്രം പ്രായമുള്ള നിഷ്കളങ്കനായ ആ ആൺകുട്ടി തൻ്റെ നേരിയ സ്വരത്തിൽ ദിവ്യമായ ഈ വാക്കുകൾ ഏറ്റുപറഞ്ഞു. ഈശോ തൻ്റെ വലത് കൈകൊണ്ട് 2 പൂത്തണ്ടുകളെ എന്ന പോലെ അവൻ്റെ പിഞ്ചു കൈകൾ ചേർത്ത് പിടിച്ചിരുന്നു. ആ മനുഷ്യൻ ഒരു തീരുമാനത്തിലെത്തി. തൻ്റെ പക്കലുള്ള 2 സഞ്ചികളും അയാൾ കൂട്ടുകാരൻ്റെ പക്കൽ ഏൽപ്പിച്ചിട്ട് ഈശോയുടെ അടുത്ത് ചെന്ന് നിന്നു. കുഞ്ഞിനെ അനുഗ്രഹിച്ച് താഴെ നിർത്തിയിട്ട് ഈശോ ആ ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചു. പിന്നീട് അവർ മുന്നോട്ട് പോയി. അവൻ്റെ ഉദ്യമത്തിൽ അവന് സമാധാനവും സഹായവും നൽകാൻ വേണ്ടിയാണ് അവിടുന്ന് അപ്രകാരം ചെയ്തത്. മറ്റൊരാൾ ഈശോയോട് പറഞ്ഞു, ഞാനും അങ്ങയോടൊപ്പം വരുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങയെ പിന്തുടരുന്നതിന് മുമ്പ് എനിക്കെൻ്റെ ബന്ധുക്കളോട് യാത്ര പറയണം. അങ്ങ് അതിനെന്നെ അനുവദിക്കുമോ? ഈശോ അവനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ മനുഷ്യാവസ്ഥയ്ക്ക് ഒട്ടേറെ വേരുകളുണ്ട്. അവ പിഴുതു മാറ്റുക. ഏതൊരാളും ദൈവത്തിൻ്റെ സേവനത്തിനായി വരുന്നത് ആത്മീയമായ സ്വാതന്ത്ര്യത്തോടു കൂടി ആയിരിക്കണം. മനുഷ്യഹൃദയം ഉഴുത് ദൈവവചനം വിതയ്ക്കുന്നതിന് വേണ്ടി കലപ്പയിൽ കൈവച്ചവൻ പിന്തിരിഞ്ഞു നോക്കരുത്. അങ്ങനെ നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. പരിശ്രമിച്ച് പ്രാപ്തനാവുക. പിന്നെ എന്നെ വന്ന് കാണുക. പക്ഷെ ഇപ്പോഴല്ല. അവർ കായൽക്കരയിലെത്തി പത്രോസിൻ്റെ വള്ളത്തിൽ കയറി. തൻ്റെ പിതാവിൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി പോകാനൊരുങ്ങിയ മനുഷ്യനും ഈശോയുടെ കൂടെ വള്ളത്തിൽ കയറി.